ആക്ച്വലി ഇതെല്ലാം അന്ന് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഈ പ്രൊഫഷൻ ആണെങ്കിൽ പോലും അവർ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അവർ അഭിനയിക്കുമ്പോഴത്തേക്ക് ഒരു 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 എന്താ പറയുക, ഒരു മാജിക് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പം പ്രിയദർശൻ സാർ പറഞ്ഞിട്ടുണ്ട്, ഇവരെ സിനിമ ഇത് കിലുക്കും സിനിമ ചിത്രം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഇവർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് നോക്കിയിട്ടല്ല ചെയ്യുന്നത്. കൊല്ലക്കാർ തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, രണ്ടാമത്തെ നമ്മുടെ കൊല്ലത്തെ സൂപ്പർ സ്റ്റാർ. പപ്പടത്തിന്റെ കാര്യമൊന്നും പറയരുത്. മന്തി, ലേസ്, ഐസ്ക്രീം, അയ്യോ എന്ത് കാര്യത്തിനാണോ ഇതൊന്നും ശരിക്കും കൊല്ലത്ത് നടന്ന സംഭവമല്ല. ഇപ്പുറത്തൊക്കെ നടന്ന സാധനമാണ്. കൊല്ലത്തല്ല, അത് കരുന്നാ അല്ല കായംകുളത്തിനടുത്ത സ്ഥലത്തൊക്കെ നടന്നത്. വാർത്താ ചാനൽ മെയിൻ ചാനലുകൾ വരെ എടുത്തിട്ട് അലക്കുന്നെന്ന് പറയുമ്പോഴേ കൊല്ലക്കാർക്ക് ഇട്ട് പണിയാണല്ലോ. ഈ SPB സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഓരോ പാട്ട് എടുത്ത് നോക്കുമ്പോൾ അതിന് കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്. ഇപ്പൊ റൊമാൻറ്റിക് സോങ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പാടും, അതായത് നമ്മൾ അതിലോട്ട് ലയിപ്പിക്കും. അങ്ങനെ പാടും. പിന്നെ ഇനിയിപ്പോ ഹ്യൂമർ ആണെങ്കിലോ, ഹ്യൂമർ ആകുമ്പോ എങ്ങനെയായിരിക്കും ശരിക്കും? புதுச்சேரி கச்சேரிய கச்சக்கப்பட்டி ஒன்று பிடிச்சான், புது கைகள் ஆச்சாரி வரலாம் கலை போல படிச்சான், ஏய் வாத்தும் பால் பாய்ச்சி முத்து போல் புல்லாக்கு கேட்கும் மத்தாப்பு மேலாப்பு, புது பாட்டிகள் பாடட்டும் கூத்துகள் கூட்டட்டும் தகிட்ட தட்டித்தோம். എന്റെ അമ്മേ, അടിപൊളി അടിപൊളി. അല്ല ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര മെസ്പറൈസിംഗ് എന്ന് പറയില്ല, അതായത് ഓരോ പാട്ടിന് കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യും. ഒന്ന നനച്ചേ പാട്ട് പഠിത്തേൻ തങ്കമേ ഞാൻ തങ്കമേ, എന്ന നനച്ചേ നാനും സിരിത്തേൻ തങ്കമേ ഞാൻ തങ്കമേ. എനിക്ക് SPB സാറ് മുന്നിലിരിക്കുന്ന പോലെ തോന്നി സത്യം പറഞ്ഞ. പാട്ട് കണ്ണടച്ച് കിട്ടേ അതുപോലെ തന്നെ ഉണ്ട്. സാറ് ഇതിങ്ങനെ അത് മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുവരും. നമുക്ക് ഓരോ നടന്മാർക്കനുസരിച്ച് പുള്ളി വോയിസ് മാറ്റും. ഇപ്പൊ അന്ത കാലത്തില് ഈവൻ ശിവാജി സാറിന് ഉൾപ്പെടെയുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ടത്. പിന്നെ ഇങ്ങോട്ട് വന്നേക്കുന്നതില് ഈ വോയിസ് ഓവറിന് മാറ്റം വരുത്തി പാടി സ്റ്റൈലുകൾ കൊടുത്ത് പാടുന്നത് എനിക്ക് തോന്നുന്നു ഇനി ഇതേപോലെ ഒരു സിംഗർ ഉണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ പറയാം, ഉറപ്പായിട്ടും ഉറപ്പാണ് അങ്ങനെയാണ്. ആസ് എ മിമിക്രി ആർട്ടിസ്റ്റ് ഓൾസോ നമ്മുടെ മനസ്സിൽ നമുക്കറിയാം ഇത് ശരിയാവും, ഇറ്റ്സ് ഗോയിങ് ബി സക്സസ്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ. ഈ വോയിസിൽ നമ്മൾ ചെയ്താൽ ശരിയാവുന്ന. ഞാൻ ആദ്യം ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങുന്നത് SP സാറിനെയാണ്. അതൊരു ലൈവ് പ്രോഗ്രാം കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ ലൈവ് പ്രോഗ്രാം കാണാൻ പോയ സമയത്താണ് ഇദ്ദേഹം ഇടയ്ക്കൊക്കെ പറയുന്ന വോയിസ്. ഈ പാട്ട് മണ്ണിൽ പാടുന്ന പാട്ടിന് മുമ്പ് പുള്ളിയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ ടു സിംഗ് എ സോങ് ലൈക്ക് ദിസ് വിതൗട്ട് ടേക്കിംഗ് എ ബ്രെത്ത്. நான் இந்த படி ஏறி வந்த போதே மூச்சு வாங்கிறது, 4-5 பாட்டு பாட அப்புறம் மூச்சு வாங்கி தான் பாடுவேன், ஆனாலும் கைத்தட்டி ஆசீர்வாதம் பண்ணிங்க എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ പാട്ടം കൊണ്ട് പാടുക. അപ്പം ഫ്ലൂട്ടിൻ്റെ ആ മ്യൂസിക്, മണ്ണിൽ இந்த കാതലன்றി ആര് வாழ்தൽ കൂടുമോ, അതിങ്ങനെ ഒഴുകി അങ്ങോട്ട് പാടി പോകുമ്പോഴത്തേക്ക് സത്യം പറയാം നമുക്ക് അതിന്റെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടുന്ന് ആരെങ്കിലും ഇത് കണ്ണടിച്ച് കിട്ടെ, ഞാൻ ഒബ്സർവേഷൻ ഉണ്ടല്ലോ അതാണ് കേട്ടോ ശരിക്കും പറഞ്ഞ ഒരു മിമിക്രി താരം ആയതുകൊണ്ട് തന്നെ ഈ ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അത് പെർഫെക്ഷനും ആവണല്ലോ. നമ്മൾ കേൾക്കുമ്പോ SPB സാറ് പോലെ ഉണ്ടെന്ന് പറയുമ്പോണ്ടല്ലോ, അയ്യോ എനിക്കിത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചേരം ഞാൻ സ്റ്റക്കായി പോയി സത്യം പറഞ്ഞ. ഈ പാട്ട് പാടില്ല കേളടി കൺമണി. ഇപ്പൊ കേളടി കൺമണി പാടുന്നതിന് മുമ്പ് மூச்சுடாம பாட்டு சொன்னாங்க. ஆ பாட்டு இதனை பற்றி പറയുന്നു. லிரிக் இல்லாமல் கூட டூன் கேட்டால் கண்ணி இருந்த தண்ணி வர மாதிரி இருக்கணும். அதில் எனக்கு கிடைச்ச ஒரு சாங் தான் கேளடி கண்மணி. அந்த பண்ணு ஆஹா എന്നിട്ട് ഈ പാട്ട് കേളടി കൺമണി പാടതൻ സംഗതി പാട്ടൊക്കെ ഇട്ടോണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകണം. നമുക്ക് യാത്ര തീർന്നു പോകുമ്പോഴത്തേക്ക് ഇത് അപ്പം നമുക്ക് ഇന്ന് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം വരും.
ഞാൻ എപ്പോഴും പിന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോഴും യാത്ര പോകുമ്പോഴും ഒക്കെ ഞാൻ SP ജാനകി സാർ ഇവരുടെ പാട്ടുകൾ തന്നെ ഞാൻ കമ്പോസ് ചെയ്തത്. അപ്പൊ വീട്ടുകാര്, എൻ്റെ വൈഫ് ജോലി ചെയ്യുമ്പോഴാണ് ഒരു റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കേൾക്കാൻ പറ്റുന്ന സോങ് ഉണ്ടല്ലോ, ഇനി ഒരിക്കലും അതുപോലെ ഉണ്ടാവില്ല ഒരിക്കലും. ഇത് ഇനി ഏതൊരു കാലഘട്ടം കഴിഞ്ഞാലും അനശ്വരമായിരിക്കും ഈ പാട്ടുകളൊക്കെ, 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഇളയരാജ സാറിന്റെ ശബ്ദത്തില് പാടാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. MG അണ്ണൻ്റെ കൂടെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ അത് ചെയ്തപ്പോഴത്തേക്ക് അയ്യോ പുള്ളി ഇരുന്ന് കണ്ണടച്ച് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ തോന്നുന്നു പറഞ്ഞു. ഞാൻ ചില ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വോയിസിൽ കറക്റ്റ് പെർഫെക്ഷൻ ആക്കിയിട്ട് ഞാൻ പുറത്ത് പറയാറുള്ളൂ. അപ്പം അത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്തക്കാലം ഇന്തക്കാലവും ഒന്നും ഒരു മാറ്റവും ഇല്ല, എന്തൊക്കാലവും മനസ്സിലായി മാറ്റമില്ലാത്തതാണ്. ഇപ്പം നമുക്ക് മമ്മൂക്ക മോഹൻലാൽ എന്ന് പറയുന്നത് പോലെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങുന്ന ലാലേട്ടൻ്റെ പിന്നെ ഇതാണ് ഫിഗർ ചെയ്തിട്ട് ലാൽ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ശോഭി തിലകനും ഞങ്ങള് എൻ്റെ ഒരു കൊല്ലം സുധി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ ഒരു ട്രൂപ്പുണ്ട് കൊല്ലം സർവകല. അതാണ് എൻ്റെ സൈഡ് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പുതിയ കലാരൂപം. ലാലേട്ടൻ്റെ പാട്ടുകൾ, ലാലേട്ടൻ്റെ ചെറിയ കോമഡി സ്കിറ്റുകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യും. ശോഭിയൊക്കെ ആയിട്ട് ഞങ്ങൾ സ്കിറ്റുകൾ. പിന്നെ ഇയാള് പിന്നെ ലാലേട്ടൻ്റെ കുറെ പാട്ടുകൾ, അതിനകത്ത് ജഗദീശായിട്ടൊക്കെ നമ്മുടെ കൊല്ലം സ്തുതിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ആ സമയത്ത് കുറെ രസകരമായ ഒരു അമ്പലത്തിലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കുക, നമുക്ക് പൈസ അങ്ങോട്ട് വേണേൽ കൊടുക്കാന്ന് പറയും, ഞങ്ങൾക്ക് വേദി കിട്ടിയാൽ മതി. അതിന് അത്രയ്ക്ക് നമ്മളിതിനെ പിന്നെ നമ്മള് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോ എനിക്ക് കാഷ്യൂനട്ടില്ലേ, അതിന്റെ ഒരു ബിസിനസ് സൈഡിൽ കൂടെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാശ് കൊണ്ട് വണ്ടി ഞാൻ ഡാഡിയുടെ പിന്നെ തൽക്കാലത്തേക്കൊക്കെ ഒന്ന് മേടിച്ചു വെച്ചിട്ട് അതിനകത്ത് ക്യാരിയറൊന്നും ഇല്ല, അതിനകത്ത് വെച്ച് കെട്ടി സ്പീക്കറും ഒക്കെ ആയിട്ടാ പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ രസകരമായ കുറെ അനുഭവങ്ങളുണ്ട്. ഇതിലേക്ക് എത്താൻ വേണ്ടി ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ നമുക്ക്. ഇതൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലത്തില് നമ്മളൊരു 15-16 വയസ്സിലെ ഈ പരിപാടികൾ നടക്കും. അല്ല, നമുക്കൊരു പാഷൻ ഉണ്ടല്ലോ, നമ്മളത് എങ്ങനെയാണെങ്കിലും അതിനോട് എത്തിപ്പെടുന്നു പറയല്ലോ, അത് ശരിക്കും അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ്. സത്യം. ഈ 2001 ഞാൻ എൻ്റെ എന്താ പറയാ എൻ്റെ ഡെസ്റ്റിനിയിലേക്ക് ആദ്യമായിട്ട് നായകനായിട്ട് സിനിമയിലേക്ക് എത്തുകയാണ്. നായകനായിട്ട് ഫസ്റ്റ് അപരന്മാർ എന്നൊക്കെ. പിന്നെ അതിലോട്ട് ഞാൻ വരുന്നു. അത് എനിക്ക് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, ജയൻ സാർ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അനശ്വരം തന്നെയായിരിക്കും. ഇപ്പോഴും ഒരിക്കൽ പോലും ഒരാളും ഒരു മറക്കില്ല ഒരു അതുല്യ നടനെ നമ്മളൊക്കെ. ജയൻ സാറിന്റെ ഒരു കണക്ഷൻ ഞങ്ങൾ കണക്ഷൻ ഉണ്ട് കേട്ടോ. എൻ്റെ ഡാഡിയുടെ അനിയൻ, ഡാഡിയുടെ പിന്നെ ഫ്രണ്ടാണ് ജയന്റെ അനിയൻ. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നെ സോമൻ നായർ എന്നാണ്. സോമൻ നായരുടെ മകൻ കണ്ണൻ നായർ ഞാൻ ഒരുമിച്ച് ഒരു ക്ലാസ്മേറ്റ്. ആദിത്യൻ അവന്റെ അനിയനാണ്, കണ്ണന്റെ അനിയൻ. കണ്ണൻ നായർ നമ്മളൊക്കെ വിട്ടുപോയി. പിന്നെ കുട്ടിക്കാലത്ത് ഒരുമിച്ച് ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഞാൻ ജയൻ സിനിമകളൊക്കെ കാണിച്ചിട്ട് ക്ലാസ്സിൽ കിടന്ന് ജയൻ സ്റ്റൈലില് ആക്ഷൻ ഹീറോ, നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ പുള്ളിയല്ലായിരുന്നു. പിന്നെ ഹെൽത്തി മാൻ, ഹീമാൻ എന്നൊക്കെ പറയുന്നതല്ല, നമ്മൾ പണ്ട് ഹീമാൻ എന്നൊക്കെ പറഞ്ഞ ഒരു സാധനമുണ്ട്. പിന്നെ എന്താണ് ജയൻ റോബർട്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കളികൾ ഇതൊക്കെയാണ് ക്ലാസ് റൂംസിനകത്ത്. പിന്നെ ക്രിക്കറ്റ് കളി, അതൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ജയൻ സാറിനെ നമുക്കൊന്ന് ഇമിറ്റേറ്റ് ചെയ്താൽ അത് പറയാതെ പറ്റില്ല. എന്തായാലും അത് ഇമിറ്റേറ്റ് ചെയ്ത് ഇവിടുന്ന് പോകാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിന്റെ വോയിസ് നമ്മൾ സാധാരണ സിനിമയിൽ ഞാൻ പഠിച്ചെടുത്തൊരു വോയിസ്. ഇപ്പൊ കൊല്ല സിറാജിക്കൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ കലാഭവനിലെ ഒരു സാജൻ എന്ന് പറഞ്ഞ ഒരാള്, ഞാൻ പാൻസ് ഒക്കെ ഇട്ടുകൊണ്ട് വേഷത്തിലൊക്കെ ചെയ്യുന്നതാണ്. ഫിഗർ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ പിന്നെ വരയ്ക്കുന്നതുകൊണ്ട് ഓരോ ഫിഗറും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. അപ്പൊ എന്റെ ഫിഗർ അതുപോലെ ഒതുക്കിയെടുക്കും. എന്നിട്ട് അതുപോലെ മുടിയൊക്കെ ഇതാക്കി മുടിയൊക്കെ ഇങ്ങനെ നമ്മൾ ഏത് സ്റ്റൈല് വേണം ആ സ്റ്റൈലിൽ നമ്മൾ മാറ്റി സ്റ്റൈലൊക്കെ എടുത്ത് ചിലപ്പോൾ എണ്ണയൊക്കെ തേക്കേണ്ടി വരും ഇന്നസെന്റ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഇങ്ങനെ ജയൻ സാറിന്റെ പിന്നെ ഇതുപോലെ ഞാനൊരു CD ഇട്ട് കണ്ട, അന്ന് CD അല്ല സോറി കാസറ്റാണ്, കാസറ്റിൽ കണ്ടത് ഒരു ഡയലോഗ് സീമയെടുത്ത് പറയും. സാധാരണ ഇതാണ്, നിങ്ങൾ ദുഷ്ടനാണ്, നിങ്ങൾ നീചനാണ് എന്ന് പറഞ്ഞിട്ട് നീ ഒരു ഡയലോഗ് ഒന്ന് പറയണം. സീമയാണ്, നീ കരഞ്ഞുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ ദുഷ്ടനാണ്, നിങ്ങൾ നീചനാണ്, നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയില്ല. നീ എന്താ പറഞ്ഞത്? എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്നോ? രണ്ടാമത്തെ നിലയിൽ നിന്നും ഒറ്റ ചവിട്ടിന്റെ തള്ളി താഴെയിട്ടാണ് എൻ്റെ അച്ഛനോട് ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത്.
ഡയലോഗ് ഇവിടെ ഇമോഷണലി ഒരു കാര്യം ഞാൻ സത്യം ചിരിച്ചു പോയിട്ടാ. ഒറ്റ ചവിട്ടിന് അച്ഛനെ തള്ളി താഴെ ഇട്ടിട്ടാണ് എൻ്റെ അച്ഛനോട് സ്നേഹം പ്രകടിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് അമ്മയെ പിടിച്ച് ജനലിൽ കെട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിനകത്ത് കാന്തവല എന്ന് പറഞ്ഞ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അയ്യോ, നമ്മളിപ്പം ഇതിനകത്ത് സിനിമ ഞാൻ ഇങ്ങനെ കളിയാക്കിയിട്ടല്ല ചെയ്യല്. അതിന്റെ ഒരു മീറ്റർ നമുക്കുണ്ട്. ഒരാള് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ജയൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ അല്ല, യേശുക്രിസ്തുവിനെ പോലെ കൈ ഇങ്ങനെ മലത്തി കാണിച്ചാൽ ജയനാവത്തില്ല. അത് കൊച്ചിൻ അനീഫൊക്കെ ഒരു പ്രാവശ്യം ഞങ്ങളൊരു സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ട് കേട്ടാ ഇങ്ങനെ പിടിച്ചാലേ അങ്ങ് പ്രേമനസ്കരാവത്തില്ല എന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ തമ്മിൽ ഈ ശബ്ദാനുകരണത്തിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അനീഫിക്കയുടെ വോയിസ് ആ സമയത്ത് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. അതൊരു ഭയങ്കര രസകരമായ സിറ്റുവേഷനാണ്. ഒരു ഹോട്ടലിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരാള് വെയിറ്റർ വന്നിട്ട്, സാധാരണ ഒരു ലോക്കൽ ഹോട്ടലാണ്, കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു മിമിക്രി ട്രൂപ്പിലേക്ക് ചുമ്മാ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി എന്നെ കൊണ്ടുപോയി, കൊല്ലം സുൽഫിക്കാന്ന്. അപ്പൊ അവിടുത്തെ ഒരാൾ വന്നിട്ട് എടാ നീ എന്താന്ന് വെച്ചാ കഴിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ചേട്ടാ, പുട്ടുണ്ട് മുട്ടയുണ്ട്, പിന്നെ വേണമെങ്കിൽ അപ്പവും കടലയുണ്ട്, പുട്ടും കടലയും തക്കതാ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞാനത് ഇയാള് ഇങ്ങനെ നോക്കി, എന്താ സാറിനെന്താ വേണ്ടത്, നല്ല പുട്ടും കടലയാണ്, ചൂട് പുട്ടാണ് വേടാ. ഞാനപ്പോൾ ഈ സൗണ്ട് ഭയങ്കര പരിചയം. ഇനി ഇതെവിടെ നിന്നാണ് ഈ സാധനം, ഇവിടെ ആരെ നമ്മളെ ബന്ധുക്കളാണോ അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് എവിടെ ചേട്ടൻ്റെ വീട്, ഞാൻ കൊച്ചിക്കാരനാ. അപ്പോഴെനിക്ക് കൊച്ചിൻ അനീഫാന്ന് കിട്ടി. ആ കൊച്ചി അതാണ് ചേട്ടന് കൊച്ചിൻ അനീഫയുടെ വോയിസുമായിട്ട് ഭയങ്കര സാധനം. അത് ചിലർ പറയാറുണ്ട്, ഞാൻ സംസാരിക്കുമ്പം കറക്റ്റ് കൊച്ചിൻ അനീഫയെ പോലെയാണ്. പിന്നെ ഞാൻ നോക്കുമ്പം ഈ പുള്ളിയുടെ വോയിസ് ഞാൻ ഞാൻ പിന്നെ അതിൽ നിന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ അന്ന് തന്നെ അവരുടെ ഇന്റർവ്യൂവിന് ഈ സാധനം അടിച്ചു കൊടുത്തു. ഭയങ്കരമായിട്ട് കൈയടിച്ചു. ഈ പെട്ടെന്ന് നമുക്ക് കിട്ടിയ സാധനം. പിന്നെ എനിക്ക് പിന്നെ ഫിഗർ എനിക്ക് മാച്ച് ആവാത്തോണ്ട് ഞാൻ അങ്ങനെ അധികം ആ സാധനത്തിനെ കൂടുതൽ ഇംപ്രവൈസ് ചെയ്തിട്ടില്ല. എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയനെ അങ്ങനെ ഒരു സംഭവം കണ്ടട പത്തി കുത്തി പറത്തിക്കളെ ഞാൻ പത്തികളെ എന്ന് പറയുന്ന പോലെ ഈ സാധനം പിന്നെ കിരീടത്തിലൊക്കെ ഭയങ്കര ഹിറ്റായ സമയത്ത് അയ്യോ അത് എന്താ പറയുക, ഇവർക്കൊക്കെ ഒരു യുണീക്ക് ഒരു എല്ലാവർക്കും ഒരു യുണീക്ക് ടാലന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയണേ ഇപ്പൊ കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ പലരും നമ്മുടെ കൂടെ ഇല്ലേ ഇപ്പൊ മലയാള സിനിമയിലായാലും. അതൊക്കെ ശരിക്കും തീരാ നഷ്ടം തന്നെയാ. അപ്പൊ അവർക്കൊക്കെ ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഓരോ അനീഫ്ക്ക് ആയാലും അതെ, പല പല ഇപ്പൊ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറായാലും അതെ. ഇവർക്കൊക്കെ നമ്മള് അമ്മ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഈ ഇതിനകത്തൂടെ ഇങ്ങനെ ഈ മരിച്ചുപോയവരുടെ വീഡിയോസ് ഇങ്ങനെ ഇടും. കാണുമ്പോഴാണ് നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കുന്നത്. ഒരു വല്ലാത്തൊരു ഫീലിംഗാണ് ഇവരുടെ പിന്നെ ഓരോരുത്തർ ചെയ്തു വെച്ചേക്കുന്ന സംഭവങ്ങൾ. നമ്മൾ ചില സമയത്ത് നമ്മൾ ചിലടത്ത് ടി വി ഇരുന്ന് കാണുമ്പോഴത്തേക്ക് ഇവരൊക്കെ ചെയ്തു വെച്ചേക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, ആ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഇവരെന്തോ ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് ഭയങ്കര അഭിമാനവും തോന്നും. ഇവര് നമ്മുടെ സുഹൃത്തുക്കളും ഇവരുടെ കൂടെ നമ്മൾ സഹകരിക്കാൻ പറ്റിയ ഒരു ഇതാണല്ലോ നമുക്ക് മനസ്സിലാവും, അഭിമാനം തോന്നും. കഴിവ് അവർക്കൊക്കെ അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ലാലേട്ടൻ തന്നെ ഒരു പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു, ഞാൻ അഭിനയിച്ച ആരുമില്ല സിനിമയില്, ചുറ്റും ആരുമില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. ചന്ദ്രലേഖ കാണുന്ന സമയത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതെ അതെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു ലെജൻസ് ഉണ്ടാവും. എനിക്ക് ഒരിക്കലും തോന്നുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്ച്വലി അന്ന് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഈ പ്രൊഫഷൻ ആണെങ്കിൽ പോലും അവര് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അവർ അഭിനയിക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു മാജിക് അവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ പ്രിയദർശൻ സാർ പറഞ്ഞിട്ടുണ്ട്, ഇവരെ സിനിമ ഇത് കിലുക്കും സിനിമ ചിത്രം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവരെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഇവര് അഭിനയിക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് നോക്കിയിട്ടല്ല ചെയ്യുന്നത്, ആ ഒരു കണ്ടന്റ് മാത്രം. ഇപ്പൊ ജഗതി ചേട്ടൻ എനിക്ക് പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ, അടിയ നീ ആ കണ്ടന്റ് മനസ്സിലാക്കി ചെയ്താൽ മതി. ഞാൻ ആ കിലുക്കത്തിലെ ഒരു സാധനം ഞങ്ങൾ ആദ്യമായിട്ട് ജഗതി ചേട്ടൻ്റെ കൂടെ 95 ഗൾഫിൽ പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്കും ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിലുകിലുക്കം എന്ന് പറഞ്ഞൊരു സാധനം സ്കിറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു പാട്ടിലേക്ക് കലാഭവൻ ആലീസി ചേച്ചിയുടെ പാട്ടില് അവര് തിങ്കിച്ച ഗിരിച്ചിങ്കാച്ച ആ പാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ സ്കിറ്റ് കഴിഞ്ഞിട്ട് അതിൽ കണക്ട് ചെയ്ത് പോവാം. അപ്പം ബിന്ദുജ മേനോനുണ്ടായിരുന്നു. അപ്പൊ ഇവരെ ഞാൻ രേവതി സ്റ്റൈലിലൊരു സാധനം ഞാൻ ഉണ്ടാക്കി സ്കിറ്റ് അത് ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത്,
അപ്പോൾ ഏകദേശം ആ ഡയലോഗുകൾ മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഞാൻ ചെന്നിരുന്ന് ജഗതി ചേട്ടൻ്റെ റൂമിലിരുന്ന് ഈ ഡയലോഗ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. മറ്റേ എന്തുവാടാ ഇത്, മിന്നാമിന്നിങ്ങിൻ്റെ ചുരുങ്ങോട്ടോ, വെട്ടം വിളിച്ചൊന്നുമില്ലേ, ആ തിരിയൊന്ന് പൊക്കി വെച്ചൂടെ, മണ്ണെണ്ണയൊക്കെ തീർന്നോ, എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ ഇടയുടെ വെള്ളവും ഗ്ലാസ്സോട്. എന്തിനാ 2 ഗ്ലാസ്, നീ അടിക്കുന്നില്ല ഞാൻ അടിക്കുന്നുള്ളൂ, ഞാൻ അടിച്ചു, പിന്നെ ലെവലായി മിച്ചോട്ടെ നീ അടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ സാധനം ഇത് പറയുന്ന സമയത്ത് പെട്ടെന്നൊരാൾ അകത്തോട്ട് ഇതിന്റെ സ്പോൺസർ കയറുന്നു. ജഗതി ചേട്ടൻ ഈ ഡയലോഗൊന്നും മറന്നിട്ടില്ലേ, അത് ഈ അനിയൻ പറഞ്ഞതാടേ, കിലക്കൽ സിനിമയിലെ ഡയലോഗ് മൊത്തം കാണാപ്പട്ടം പഠിച്ചു വെച്ചിരിക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പം ഇതിനിടയ്ക്ക് ഡയലോഗ് ഒന്ന് മാറി പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഡയലോഗ് ഇങ്ങനെയല്ല. അപ്പൊ എനിക്ക് എൻ്റെ താളം തെറ്റി ഇതിങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അനിയ നമ്മളെന്താന്ന് വെച്ചാൽ കണ്ടന്റ് കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി, അല്ലാതെ ഡയലോഗ് തെറ്റിയെന്ന് പറഞ്ഞ് നീ അവിടെ നിർത്തേണ്ട ആവശ്യം. അത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി ഇതുപോലെ ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ജഗതി ചേട്ടൻ്റെ കൂടെ എനിക്ക് കുറെ സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ആക്ച്വലി ഒരു 50 സിനിമ കഴിഞ്ഞു ഞാൻ. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ, നമുക്ക് ഇവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ. അത് ടൈമിങ് കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടല്ലോ പുള്ളി സ്പോട്ടിൽ പച്ചത്തറി വിളിച്ചോണ്ടിരിക്കുകയും ചെയ്യും. അത് നമ്മളെ ക്ലാസ് എടുക്കുന്ന ചില ടീച്ചേഴ്സ് നമ്മളെങ്ങനെ നമ്മൾ ഓർമ്മിക്കുമല്ലോ, ചില വഴക്ക് പറയുമ്പോൾ നമ്മൾ ആ ടീച്ചറിന്റെ മുമ്പിൽ എത്തുമ്പോൾ അലേർട്ടാവും. നമ്മൾ പഠിക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുകയും പഠിച്ച് കാണാപ്പാടം പഠിക്കുക എന്നുള്ള പോലെ ജഗതി ചേട്ടനോട് അഭിനയിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിരിക്കും. അത് നമുക്ക് പുള്ളി തരുന്ന ഒരു പാഠവുമാണ്. ചിലർക്ക് അത് ഭയങ്കര ഫീലിംഗ് ആയിട്ട് മാറും. എന്നിട്ട് ചിലർ വഴക്കും പറയും, പുള്ളി അടുത്തൊക്കെ ചൂടായിട്ടുമുണ്ട്, എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അതും നമ്മൾ എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു ക്യാരക്ടർ, നമ്മൾ അവർ ചെയ്തു വെച്ച സിനിമകൾ മാത്രം നോക്കിയാൽ മതി, അത് മതി. അത്ര ഓരോ കഥാപാത്രവും നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നും. ജഗതി ചേട്ടനൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ഓരോ കഥാപാത്രം ഡിഫറെന്റ് ഇൻഡിപെൻഡന്റ് ആണ് അല്ലേ? അതെ. അതുപോലെ ഇന്നസെന്റേന്റെയും ഈ പറഞ്ഞ പോലെ തന്നെ. അയ്യോ, അത് ഒരിക്കലും എന്നെ കാണുമ്പോഴേ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ഞാൻ ഈ താടി വെച്ചുകൊണ്ട് നടക്കുന്നത്, എൻ്റെ മുഖം ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പക്കാ ഇന്നസെന്റിന്റെ മുഖം എവിടെയും പോയിട്ടില്ല. എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ചില ആംഗിൾസിലൊക്കെ അങ്ങനെ വരും. അങ്ങനെ ആയി മാറി എന്ന് പറയല്ലോ നമ്മള്. അതെ, നമ്മൾ ചെയ്തു തുടങ്ങും. എൻ്റെ അമ്മേ ഞാൻ അഹങ്കാരം കൊണ്ട് പറയാന്ന് കരുത്തരുത്, ഐ ലവ് യു വൃന്ദ, ഐ ലവ് യു. ഇപ്പൊ ഇത് നമുക്ക് ഇദ്ദേഹമൊക്കെ ആയിട്ട് ഓരോ യാത്രകൾ അച്ഛനും മൗനമായിട്ടൊക്കെ അഭിനയിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ സ്കിറ്റുകളൊക്കെ ചെയ്തിട്ടൊക്കെ. പിന്നെ നമുക്ക് ഓരോരുത്തർ ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ടിട്ട് ആരാധകരൊക്കെ അയച്ചു തരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഈ മനുഷ്യനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ ഫാമിലി എപ്പോഴും അവിടെ പോകും. ലേക്ഷോർ ഹോസ്പിറ്റലിലെ ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. വിദേശ യാത്രകളിലൊക്കെ ഒരുപാട് അവരുടെ കുടുംബ വിഷയങ്ങളൊക്കെ നമ്മളുമായിട്ട് കുറെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ നോക്കിയാതെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കയറിച്ചാലുള്ള സ്വാതന്ത്ര്യം നമുക്ക് അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല എത്ര കാലം കഴിഞ്ഞാലും. എനിക്ക് ജനിക്കാതെ പോയ മോനെ ഇങ്ങനെയൊക്കെ അതൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര. എന്റെ ഡാഡിക്ക് ഏകദേശം ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. കുറെ ശരിക്കും അതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്, അംഗീകാരങ്ങളാണ്. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറിയൊരു ടാസ്ക് തരാം. അതായത് ടാസ്ക് ചെറുതായിട്ട്, അതായത് നമ്മളിപ്പോ ഒരു ഡയലോഗ്, അതിപ്പോ ഇക്കയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഏതെങ്കിലും ഡയലോഗ് പറഞ്ഞാലും മതി. അത് ചെയ്ത് കുറെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കുറെ നടന്മാര് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് നോക്കാം. അങ്ങനെ അല്ല, അപ്പൊ നമുക്കേ ഒരു ടാസ്ക് തരാം ഞാൻ. അതായത് നമുക്കൊരു ഡയലോഗ്, ചെറിയൊരു ടാസ്ക്. അതായത് ഭയങ്കര ഇതാണ് ഈ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സംഭവമായിട്ട് എടുക്കുന്ന ഒരാളാണ്. അതല്ലേ, ഇത് ചെറിയൊരു ടാസ്കാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ നമുക്കൊരു ഡയലോഗ് അല്ലെങ്കിൽ ആ ഡയലോഗ് കുറെ നടന്മാര് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു, അത് ഇപ്പൊ ഇക്കയ്ക്ക് തീരുമാനിക്കുക ഏത് ഡയലോഗ് ആണെന്ന്. ഇക്കയ്ക്ക് തന്നെ തീരുമാനിക്കാം. ഇതിപ്പം നമ്മളെ ജയന്റെ ഡയലോഗ്, നീ എന്താ പറഞ്ഞത്, എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്നോ ഞാൻ പറഞ്ഞു. നമ്മുടെ അത് നമുക്കിങ്ങനെ ഒരു സാധനമായിട്ട് എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റീടേക്ക് ചെയ്യാം. അപ്പൊ ആദ്യം സുരേഷ് ഏട്ടനിൽ നിന്ന് തുടങ്ങാം. സുരേഷ് ഏട്ടൻ തുടങ്ങാണ്. കൊല്ലക്കാര് തന്നെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, രണ്ടാമത്തെ നമ്മുടെ കൊല്ലത്തെ സൂപ്പർ സ്റ്റാർ. പപ്പടത്തിന്റെ കാര്യമൊന്നും പറയരുത്. ഒരിക്കലും അത് പറയാം. മന്തി, ലേസ്, ഐസ്ക്രീം. അയ്യോ, എന്ത് കാര്യത്തിനാണോ ഇതൊന്നും ശരിക്കും കൊല്ലത്ത് നടന്ന സംഭവമല്ല. ചിലപ്പോ ഇപ്പുറത്തൊക്കെ നടന്ന സാധനമാണ്. കൊല്ലത്തല്ല അത്
അങ്ങനെ കായംകുളത്തിനടുത്ത സ്ഥലത്തൊക്കെ നടന്നത് പേരവസാനം കൊല്ലമായി പോയി. വാർത്താ ചാനൽ മെയിൻ ചാനലുകൾ വരെ എടുത്തിട്ട് അലക്കുന്നെന്ന് പറയുമ്പോഴേ അതെ അതെ കൊല്ലക്കാർക്ക് ഇട്ട് പണിയാണല്ലോ അത്. അതെ അതെ. Okay. നിങ്ങൾക്ക് ഒരിക്കലും സ്നേഹിക്കാൻ അറിയില്ല. നീ എന്താ പറഞ്ഞത്? എനിക്ക് സ്നേഹിക്കാൻ അറിയില്ലെന്നോ? രണ്ടാമത്തെ നിലയിൽ നിന്നും ഒറ്റ ചവിട്ടിനെ തള്ളി താഴെയിട്ടാണ് എൻ്റെ അച്ഛനോട് ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത്. ബ്ലഡി ഫൂൾ. അടുത്തത് മമ്മുക. നിങ്ങൾക്ക് ഒരിക്കലും സ്നേഹിക്കാൻ അറിയില്ല, നിങ്ങളൊരു നീചനാണ്. നീ എന്താ പറഞ്ഞത്? എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്നോ? രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒറ്റ ചവിട്ടിനെ തള്ളി താഴെയിട്ടാണ് എൻ്റെ അച്ഛനോട് ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത്. ഇത് പഴയ മമ്മൂക്കേട്ടാ, ഇപ്പോഴത്തെ മമ്മൂക്കല്ല. ഇനി ലാലേട്ടൻ ഇവനെ ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ലാലേട്ടനോട് ഞാനും, പക്ഷെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, ചീത്ത പറയുന്നത്. നിങ്ങളൊരു ദുഷ്ടനാണ്, നിങ്ങൾ സ്നേഹിക്കാനും അറിയില്ല. നീ എന്താ പറഞ്ഞത്? എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്നോ? രണ്ടാമത്തെ നിലയിൽ നിന്നാണ് എൻ്റെ അച്ഛനോട് ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത്. അതെങ്ങനെയാണെന്നറിയോ? അദ്ദേഹത്തിന് ഒറ്റ ചവിട്ടിന് തള്ളി താഴെയിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത്. പിന്നെ അദ്ദേഹം കട്ടിലിൽ മാത്രമായിരുന്നു. അയ്യോ, ഇനിയിപ്പോ ഇന്നസെന്റ് എണ്ണൊക്കെ ഒരു കോമഡി എനിക്ക് പറയാം. ഇന്നസെന്റ് എണ്ണൊക്കെ എങ്ങനെയായിരിക്കും ഡയലോഗ് പറയാ? നിങ്ങളൊരു ദുഷ്ടനായിരുന്നു. എൻ്റെ അമ്മേ, നീ എന്താ പറഞ്ഞത്? എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്നോ? രണ്ടാമത്തെ നിലയിൽ നിന്നും ഒറ്റ ചവിട്ടിന് തള്ളി താഴെയിട്ടാണ് എൻ്റെ അച്ഛനോട് ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അച്ഛനോട്. ഐ ലവ് യു അച്ഛൻ. ഇത് വേറൊരാളെ ഇപ്പൊ എനിക്ക് എന്തായാലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയ ഇഷ്ടമുള്ള ആളാണോന്ന് എനിക്കറിയില്ല, മനസ്സ് വലിക്കാൻ. അതാണെങ്കിൽ ചിലപ്പോ പീഡിപ്പിക്കും. മൻസൂർ അലിഖാൻ. പിന്നെ ഞാൻ മറ്റേ സൂത്രധാരൻ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നേരിട്ട് കാണണമെന്നൊരാഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പോഴും മറ്റേ യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരിയാണ്. എൻ്റെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് കാണിക്കുമ്പോഴേ നിന്റെ ആള് വരുന്നതെന്ന് പറയുന്നത്. ഇന്നസെന്റ് ഏട്ടൻ, മൻസൂർ അലിഖാൻ ഒക്കെ, ഇവരൊക്കെ എൻ്റെ ഫിഗറുമായിട്ട് കുറെ കൂടെ സാമ്യമുണ്ട്. ഒരു മംഗോളിയൻ ലുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞൊരു ഫിഗർ ആയതുകൊണ്ട്. நீ என்ன சொன்ன? எனக்கு லவ் இல்லையாண்ணா? எல்லாரும் சொல்லுவாங்க, எல்லாரும் வந்து செத்துருக்கான், நான் வரும்போதே செத்துடும். என் அப்பாவை நான் எப்படி சொல்றேன்னு லவ் பண்ணி தெரியுமா? ஒற்ற பீஸுக்கு நான் அவரை தள்ளி கொண்டுட்டாங்க. அப்படிதான் அவரை நான் ശരിക്കും പുള്ളി അങ്ങനെ ഒരു അലസമായിട്ട് നടക്കുക. എന്താന്നറിയില്ല, കാണുമ്പോഴേ നമുക്ക് ചിരി വരും. അലസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലസനാണെങ്കിലും ഭയങ്കര പിന്നെ എന്താണ് ഒരു മെത്തേഡ് ആക്ടറാണ് പുള്ളിക്ക് പുള്ളിയുടെ ഒരു സിഗ്നേച്ചറുണ്ട്. ഈ ശൈലിയിൽ തന്നെയാണ് പുള്ളി ലൈഫിൽ നടക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സൂത്രധാരൻ ഡബ് ചെയ്തു ബിന്ദു പണിക്കർ ഞങ്ങൾ ഒരുമിച്ച് ലണ്ടൻ ഷോയ്ക്ക് പോകാൻ നേരത്ത് പുള്ളിക്കാരത്തി ഇരുന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ ഡബ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻ്റെ രാജ ഈ മനുഷ്യൻ എൻ്റെ ആ ഒരു സീനിനകത്ത് എൻ്റെ കൊങ്ങാക്കൊന്ന് പിടിക്കുന്നൊരു സീനുണ്ട്. അവർ ഇയാൾ വന്നിട്ട് പിടിയുണ്ടല്ലോ, ഇവർ ചത്തില്ലെന്നേ ഉള്ളൂ. കൊങ്ങ മതിലോട് ചേർത്ത് പിടിച്ചിട്ട് ഇയാൾ അവർക്ക് ശ്വാസം ഡയലോഗ് പറയാൻ പറ്റാത്ത രീതിയിൽ അമർത്തിക്കളഞ്ഞെന്നാണ് പറഞ്ഞത്. അവിടെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ ആക്ടിങ് വേറൊരു രീതി. നമ്മൾ ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ലൈഫ് ഒന്നാമത് ഡയലോഗ് കാണാൻ പാഠം പഠിക്കണം. അപ്പം നമുക്ക് ആ പെർഫോമൻസിന് കൂടുതൽ ജീവനുണ്ടാവും. പ്രോംപ്റ്റ് ചെയ്തിട്ട് പറയുന്നത് പോലെയല്ല. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒറിജിനാലിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരും ആ കഥാപാത്രം ആകുമ്പോഴേ. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ആ ബലം കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കും അതുപോലെ. അപ്പം ആദ്യം അവർ പറയുമെന്ന് ഉർവശി ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ആദ്യമേ തന്നെ പറയും, സോറി ഞാൻ ആക്ട് பண்ணும்போது இப்படி என்ன பிடிச்சோ அங்கே அடிப்பாங்க, அடித்தா நீங்கள் സോറിയാ இருக்கணும் എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമേ തന്നെ അത് മാപ്പ് പറഞ്ഞിട്ടാണ് അവർ ആടി പടക്കാന്ന് കൊടുത്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യോ ഞാനിനി അഭിനയിക്കുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഇവനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി പോകുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് ലൈഫിൽ. എന്തായാലും ഉണ്ടല്ലോ ഇത്രയും നേരം
കുറേ വിശേഷങ്ങളും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുന്നിൽ കുറെ ആർട്ടിസ്റ്റുകൾ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി സത്യം. അയ്യോ, ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊരു സിനിമാ നടൻ ഉണ്ടായിരുന്നു, പണ്ടല്ല ഇപ്പോഴും ഉണ്ട് ആ നടൻ. ആ നടന് ഞാൻ സലീം കുമാർ എന്നെ വിശേഷിപ്പിച്ചത്, പുള്ളിയുടെ റൂമിലേക്ക് സലീം കുമാറിനെ പരിചയപ്പെടാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് പുള്ളി സലീം കുമാർ, അല്ല ഇതാരൊക്കെയാണ് വരുന്നത്, ഒരു 3-4 സീറ്റ് എടുത്തിട്ട് കൊടുക്കൂ. ഒരു നടനാണ് ആ നടൻ. ചില സമയത്ത് സുരേഷ് ഗോപി ആവും, ചില സമയത്ത് പിന്നെ മമ്മൂക്കയാവും, ചില സമയത്ത് മോഹൻലാലാവും. ഇങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിങ് ആണ്. അപ്പൊ പുള്ളി അടിച്ച ഡയലോഗാണ് ഈ സംഭവം അല്ലേ. അടിപൊളി. എന്തായാലും ഈ പറഞ്ഞത് സത്യമുണ്ട്. അത് കേട്ട ആളുകൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയും. അപ്പൊ നിക്ക എന്തായാലും ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ വരട്ടെ. ഇനി എനിക്ക് തോന്നുന്നു തമിഴിലൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. രണ്ടാമത്തെ സിനിമ രണ്ട് സിനിമ അഭിനയിച്ചായിരുന്നു. പക്ഷെ രണ്ടാമത്തെ സിനിമ പകുതിയോടുകൂടി ഒരു തീരുമാനമായിപ്പോയി. അത് കോയമ്പത്തൂരാണ്, മറ്റേ ഈ ഉപ്പെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ഇങ്ങനെ മൈതാനം കടൽ പോലെ കിടക്കുന്ന ആ സ്ഥലത്ത്, മദ്രാസിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്തു. ഞാനൊരു ഡോക്ടറായിട്ടുള്ളൊരു വേഷമായിരുന്നു. ബട്ട് അവിടുത്തെ സിറ്റുവേഷൻസ് എനിക്ക് കുറച്ച് വന്നപ്പം ബാഡായിട്ട് തോന്നി. അപ്പം എനിക്ക് താമസിക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഇച്ചിരി റോങ് ആയിട്ട് തോന്നിയപ്പോഴത്തേക്ക് അവർ ആദ്യമൊക്കെ പക്ക പ്രൊഫഷണൽ കാണിച്ചു. പിന്നെ കൊണ്ടുവന്നിട്ട് വേറൊരു വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ടൊക്കെ നോക്കി. പിന്നെ എനിക്ക് തോന്നിയത് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് തീർക്കുന്ന സിനിമ എല്ലാം തോന്നിയപ്പോൾ ഞാൻ അവിടുന്ന് പാക്ക് ചെയ്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തത് ആദ്യമൊക്കെ ഭയങ്കരമാണ്. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് ആദ്യം ചെന്നപ്പോഴത്തേക്ക് 2 ക്യാരവാനൊക്കെ. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് 2 കാറായി. അത് 2 കാറായി. AC-ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രഷായി. ഈ ആൾക്കാർ വിചാരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കയറിയിരിക്കുന്നത് പിന്നെ എന്തോ വലിയ ജാടാണ്. കാരവാൻ ഇരിക്കുന്നത് വേറൊന്നുമില്ല. കഥാപാത്രത്തിന് നമ്മൾ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് സ്വെറ്റിങ് വരാതിരിക്കാനും മേക്കപ്പ് ഒലിച്ചു പോകാതിരിക്കാനും നമ്മൾ ഈ കൂളായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് കണ്ടിന്യൂറ്റി നമുക്ക് ഇതിനകത്ത് തന്നെ വരണമല്ലോ. ഒരു സീൻ ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഷോട്ട് എടുക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂറ്റി അതായിരിക്കും. അതുകൊണ്ടാണ് ഈ കാരവാൻ പോലുള്ള സാധനങ്ങൾ ഇന്ന് അവൈലബിളും നമുക്ക് എളുപ്പമായത്. ഇല്ലെങ്കിൽ ഈ സിനിമ ഒന്ന് പെട്ടെന്ന് തീർക്കാം, പിന്നെയും മേക്കപ്പ് ചെയ്യുമ്പം പിന്നെയും പൈസ എക്സ്പെൻസ് വേറെ. ടോട്ടലി വരുമ്പോഴത്തേക്ക് ഇത് ഒരു എക്സ്പെൻസ് ആയിട്ട് ഫീൽ ചെയ്യത്തുമില്ല. അത് പ്രൊഡ്യൂസറിനാണ് നല്ലത്. അതുകൊണ്ടാണ് ഈ കാരവാൻ. അപ്പോൾ ഈ കാരവാൻ തുടങ്ങി കഥ ഈ 2 ഇതായി. പിന്നെ നോക്കുമ്പോഴത്തേക്ക് എന്നെ വൈഫ് വിളിക്കുക, ഇപ്പം എന്ത് ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാനിപ്പം 2 ഓട്ടോയായി. ആദ്യം എന്താ ഇത് 2 കാരവാൻ, പിന്നെ 2 കാറായി, കാരവാൻ കാറായി മാറി. പിന്നെ അത് ഓട്ടോറിക്ഷയിലായി. ഓട്ടോറിക്ഷയിൽ കടലിൻ്റെ അടുത്ത് വെച്ചിട്ട് ഷൂട്ടിങ് നടക്കുകയാണ്. പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മിക്കവാറും ഈ പടം ഇതോടുകൂടി തീരുമാനമാകും. 3-ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും അവിടുന്ന് പാക്കപ്പായി. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇനി ഇതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല കഥാപാത്രങ്ങൾ നല്ല ടീമിൻ്റെ കൂടെ ചെയ്യാൻ പുതിയ ജനറേഷൻ്റെ കുറച്ച് സിനിമകളിലേക്ക് ഞാൻ ആദ്യമൊക്കെ ചാൻസ് ചോദിച്ചൊക്കെ പോയി കുറേ ആയപ്പോഴത്തേക്ക് മടുത്തു പോയതായിട്ടാണ്. എല്ലാവരും വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്, പക്ഷെ നമുക്ക് അവർ ഇത് വരുമ്പോഴത്തേക്കും വർക്ക് തുടങ്ങുമ്പോൾ പിന്നെ അവിടെ വേറെ ആൾക്കാരെ പ്ലേസ്മെൻറ്റ് ചെയ്യുക. അത് ആരൊക്കെയോ അങ്ങനെയൊക്കെ എന്തോ ഗെയിംസുകളൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇൻസൾട്ട് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ് ചാൻസ് ചോദിക്കാനായിട്ട് ഓരോരുത്തർക്ക് ചെല്ലാനൊരു മടി. ചാൻസ് ഒക്കെ ചോദിക്കണമെന്നുണ്ട്. ഓരോ ആൾക്കാർ ചാൻസ് തന്നാൽ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. 100% ഞാൻ നിങ്ങൾക്ക് ആ കഥാപാത്രം നന്നാക്കി തരാൻ എന്നെ കൊണ്ട് സാധിക്കും. അപ്പൊ നല്ല അവസരങ്ങളൊക്കെ തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.